ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയത് ഇതുപോലത്തെ ഒരു സ്റ്റാലിൻ എന്ന് പറഞ്ഞ മോഡൽ കേട്ടോ. നമ്മൾ ലെയ്ലാൻഡിൻ്റെ ആർമി ട്രക്ക് ഇല്ല, അതാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത് തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വണ്ടിയുടെ സൈഡ് ഭാഗം ഇങ്ങനെ ഒരു കട്ടിയുള്ള ഷീറ്റിൽ ഇങ്ങനെ വരച്ച് ഇങ്ങനെ മുറിച്ചെടുക്കുക. ആദ്യം തന്നെ അതിൻ്റെ ഒരു നീളത്തിലുള്ള പീസ് എടുത്തിട്ട് നമ്മൾ അതിനകത്ത് ഒരു 3 ലൈൻ ഇട്ടുണ്ട്. ആ ലൈൻ നമ്മളിന്ന് ഒരു സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അടിയിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. എല്ലാവരും ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇത് ഇങ്ങനെ ഒന്ന് മടക്കിയിടുക. വേണ്ട ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സൈഡ് ഭാഗത്തിൽ വണ്ടിയുടെ അത് നമ്മൾ ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം അപ്പുറത്തും ഈ സാധനം നടുക്കുന്ന രീതിയിൽ ഒന്നിങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇതിപ്പോൾ അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. പിന്നെ നമ്മൾ ഈ ടയറിൻ്റെ മുകളിൽ ഭാഗത്ത് തന്നെ ഈ സംഭവമില്ലേ, അത് നമ്മൾ ഒരു ഷീറ്റ് തന്നെ ചെയ്ത് എടുത്തുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മളിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബമ്പർ ഇങ്ങനെ ഈ ഷീറ്റ് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരെ അത് ഈ ഫ്രണ്ടിൽ ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇത് വേണ്ട ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഗ്രില്ലും ഹെഡ്ലൈറ്റും നമ്മളൊരു പേപ്പർ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരെ ഈ ഫ്രണ്ടിൽ ഇത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇതിപ്പോൾ അത് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഇങ്ങനത്തെ ഈ ഷീറ്റ് തന്നെ ഇങ്ങനെ ഒരു ഏണി പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരെ ഇതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇവിടെ നമ്മളൊരു പ്ലാറ്റ്ഫോം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഷീറ്റ് തന്നെ അത് നമ്മൾ നേരെ ഇവിടെ ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ അത് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 മിറർ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരെ ഫ്രണ്ടിൽ ഇപ്പുറത്തും വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ഷീറ്റിൽ നമ്മളിത് ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ട് ഇത് ഇവിടെ ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇതിപ്പോൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ ടാങ്ക് പോലെ ഇങ്ങനെ ഷീറ്റ് തന്നെ മടക്കി ഒരു ബോക്സ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഒരെണ്ണം എവിടെയും ഒരെണ്ണം അപ്പുറത്തായിട്ട് അങ്ങനെ 2 ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു ബോക്സ് പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ആ ഷീറ്റ് തന്നെ അത് നമ്മൾ നേരെ ഈ ടാങ്കിൻ്റെ ഫ്രണ്ടിൽ ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 5 ടയറിനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കാർബോണിൻ്റെ പീസിൽ നമ്മൾ ഇങ്ങനെ ഒരു പേപ്പറിൻ്റെ റോൾ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ആ റോളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ടയറില്ലേ, ആ ടയർ നമ്മളൊന്ന് ഇങ്ങനെ കയറ്റി കൊടുക്കുക. എന്നിട്ട് മറ്റേ ടയർ അപ്പുറത്തും വെച്ച് ഇങ്ങനെ ഫിറ്റ് ചെയ്യുക. ചെയ്യണ്ട. അപ്പോൾ ഇങ്ങനെ സ്മൂത്തായിട്ട് കറങ്ങും കേട്ടോ. അങ്ങനെ ഈ 2 എണ്ണത്തിലും ചെയ്തെടുക്കുക. അത് ഇപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ടയർ എടുത്ത് നമ്മൾ നേരെ ഈ വണ്ടിയുടെ ഇവിടേക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. 2 എണ്ണം വേണ്ട ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ. ഇങ്ങനെ ഓടിക്കുമ്പോൾ സ്മൂത്തായിട്ട് കറങ്ങണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇവിടെ ഒരു ടയർ ഇങ്ങനെ ഫിറ്റ് ചെയ്യുക. അതാണ് നമ്മൾ 5 ടയറിനാക്കി എടുത്താണ്. അതുകൊണ്ട് ഒട്ടിച്ചിട്ട് നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ പെയിൻറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും കേട്ടോ. നമ്മൾ പച്ച ബ്ലാക്കായിട്ട് അടിച്ചെടുത്താണ് അതിൻ്റെ ശരിക്കുള്ള കളറ്. വേണ്ട. അപ്പോൾ നമ്മുടെ സംഭവത്തിൻ്റെ പരിപാടി ഇത്രേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഒരു സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കേണ്ടത്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ സാധനം എങ്ങനെയാണ് നമ്മുടെ അപ്പോൾ നമുക്ക് അടുത്തൊരു കാണാം.